ലക്ഷ്യം തെറ്റിയും തകർന്നും മനുഷ്യൻ വീണുകൊണ്ടിരിക്കുന്ന ഒരു ജീവിത സാഹചര്യത്തിൽ ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായം 13-14 വാക്യങ്ങൾ, പിൻപിലുള്ളത് മറന്നും മുൻപിലുള്ളത് ആഞ്ഞും കൊണ്ട് ക്രിസ്തുയേശുവിൽ ദൈവത്തിൻ്റെ പരമവിളിയുടെ വിരുദിനായി ലാക്കിലേക്ക് ഓടുക. അതെ, ലക്ഷ്യം തെറ്റി തകർന്നോടുന്ന അനേകരെ നമുക്ക് മുൻപിൽ കാണുവാൻ കഴിയും. അവർ ഇന്നലകളിൽ പ്രാപിച്ചതിനെ പലതിനെയും മറക്കുവാൻ കഴിയാതെ കഴിഞ്ഞ കാലങ്ങളിലുള്ള പലതും മുറുകെ പിടിച്ച് ജീവിക്കുന്നവരാണ്. എന്നാൽ നാം ഒരു കാര്യം മനസ്സിലാക്കുക, കഴിഞ്ഞ കാലങ്ങളിൽ നമുക്ക് നന്മ തന്നതും അനുഗ്രഹം തന്നതുമാകുന്ന പലതും നാം മറക്കുവാൻ തയ്യാറായെങ്കിൽ മാത്രമേ മുൻപിലുള്ള വിരുദിലേക്ക് നമുക്ക് ഓടുവാൻ കഴിയൂ. അതെ, സോദോമിൻ്റെ ചരിത്രം പഠിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നത്, അതെ, സോദോമിൽ പിൻപിലുള്ളതിനെ മറക്കുവാൻ ലോത്തിൻ്റെ ഭാര്യയ്ക്ക് കഴിഞ്ഞില്ല. അത് നിമിത്തം അവൾ പരാജിതരായി തീർന്നു. അതെ, ലോത്തിനും തൻ്റെ മക്കൾക്കും അത് മറന്ന് ഓടുവാൻ കഴിഞ്ഞെങ്കിലും ശരിക്കും അത് ലക്ഷ്യപ്രാപ്തി പ്രാപിക്കേണ്ടും വണ്ണം പ്രാപിക്കുവാൻ കഴിഞ്ഞില്ല. അപ്പോൾ ദൈവം നമ്മൾക്ക് ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യങ്ങൾ, ഉത്തരവാദിത്തങ്ങൾ, നിയോഗങ്ങൾ, മുൻകരുതലുകൾ നാം പ്രാപിക്കേണ്ടും വണ്ണം പ്രാപിക്കുവാൻ, അറിയേണ്ടും വണ്ണം അറിയുവാൻ, ജീവിതത്തിൽ നാം അത് നിലനിർത്തേണ്ടും വണ്ണം നിലനിർത്തുവാൻ നാം തയ്യാറാകേണ്ടിയിരിക്കുന്നു. അതുകൊണ്ടാണ് ഫിലിപ്പിയ ലേഖനത്തിൽ നാം വായിച്ചത്, പിൻപിലുള്ളത് മറന്നും മുൻപിലുള്ളത് ആഞ്ഞും കൊണ്ട് ക്രിസ്തുയേശുവിൽ ദൈവത്തിൻ്റെ പരമവിളിയുടെ വിരുദിനായി ലാക്കിലേക്ക് ഓടുക. പിൻപിലുള്ളതിൻ്റെ വില കുറച്ച് കാണുക, മുൻപിലുള്ളതിൻ്റെ വിലയെ യഥാർത്ഥമായി മനസ്സിലാക്കുക. എന്നാൽ പലപ്പോഴും നമുക്ക് സംഭവിക്കുന്നത്, നാം പിൻപിലുള്ളതിൻ്റെ വില വളരെ വർദ്ധിപ്പിച്ച് കാണും. മിസ്രയീമിൽ നിന്ന് വിടുവിക്കപ്പെടുന്ന ഇസ്രയേൽ ജനം വഴിയിൽ പിറുപിറുക്കുവാൻ കാരണം അവർ മിസ്രയീമിൽ വെച്ച് കഴിച്ച ഈരുള്ളിയും ചിറ്റുള്ളിയും എന്ന് വേണ്ട അവിടുത്തെ പലതും അവരെ സ്വാധീനിക്കാനിടയായി തീർന്നു. അതെ, ഇപ്പോൾ നാം ആയിരിക്കുന്ന പലതിനെയും വിട്ടൊഴിഞ്ഞ് ദൈവഹിതപ്രകാരം മുൻപോട്ട് പോകുവാൻ തയ്യാറാകുമ്പോൾ മാത്രമേ മുൻപിലുള്ള ലക്ഷ്യസ്ഥാനത്തേക്ക് അല്ലെങ്കിൽ മുൻപിലുള്ള പ്രതിഫലം നമുക്ക് പ്രാപിക്കുവാൻ കഴിയുള്ളൂ. എന്താണ് മുമ്പിൽ നമുക്ക് വേണ്ടി ഒരുക്കി വച്ചിരിക്കുന്ന പ്രതിഫലം? അതെ, ദൈവവചനം ഇങ്ങനെയാണ് പറയുന്നത്, ക്രിസ്തുയേശുവിൻ്റെ പരമവിളിയുടെ വിരുദിനായി നാം ലാക്കിലേക്ക് ഓടുക. അനേകർ പലപ്പോഴും ആരാധനയെ ഉപേക്ഷയായി വിചാരിക്കും. അനേകർ പലപ്പോഴും ദൈവിക കാര്യങ്ങളിലൊത്തും ബോധവാന്മാരല്ല, പിന്മാറ്റക്കാരായി പോകും. എന്താണ് കാരണം? ക്രിസ്തുയേശുവിൻ്റെ പരമവിളിയെക്കുറിച്ചുള്ള ബോധ്യം നമുക്ക് കുറഞ്ഞു പോകുകയാണ്. എന്നാൽ ക്രിസ്തുയേശുവിൻ്റെ പരമവിളിയെക്കുറിച്ചുള്ള ബോധ്യം പ്രാപിക്കുന്ന ഓരോ ദൈവവൈതലും വിളിച്ചു പറയും, കഷ്ടതയ്ക്കും പട്ടിണിക്കും ജീവിതത്തിൽ കടന്നു വരുന്ന ഒരു പ്രതിസന്ധിക്കും എന്നെ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് വേർപിരിപ്പാൻ കഴിയുകയില്ല. അതെ, ലാഭമായിരുന്നത് പലതും ഛേദമെന്നെണ്ണുവാൻ ക്രിസ്തുയേശുവിൻ്റെ പരമവിളിയുടെ ദൗത്യം നമ്മെ ബോധവാന്മാരാക്കും. നാം ഈ ലോകത്തിൽ കാണുന്നതൊക്കെ ക്ഷണികവും താൽക്കാലികവുമാണ്. അതെല്ലാം മാറിപ്പോകും. എന്നാൽ ഒരു കാര്യം നാം മനസ്സിലാക്കുക, താൽക്കാലികങ്ങളാകുന്ന പലതിനേക്കാളും വലുതായി ക്രിസ്തു നമുക്ക് വേണ്ടി ഒരുക്കി വച്ചിരിക്കുന്ന ദൈവിക പദ്ധതികളെ തിരിച്ചറിഞ്ഞ് അതിനായി വിശ്വസ്തയോടുകൂടി ഓടുവാൻ നാം തയ്യാറാകുന്നുവെങ്കിൽ അത് നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹവും വലിയ പ്രതിഫലത്തിനും കാരണമായിത്തീരും. അതിനായി നമുക്കൊരുങ്ങിക്കൊണ്ട് ക്രിസ്തുവിൻ്റെ ലക്ഷ്യത്തിനായി, ക്രിസ്തു നമ്മളുടെ മുമ്പിൽ വെച്ചിരിക്കുന്ന ലക്ഷ്യത്തിനായി ധൈര്യത്തോടെ ഓടാം. ദൈവം നമ്മെ സഹായിക്കട്ടെ.